കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്ഥിരമായ ഒരു വാർത്ത അടിച്ചു വെച്ചാൽ അതിന്റെ തുക മാത്രം മാറ്റി മിക്കവാറും ദിവസം കൊടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ് ഇനിയുള്ളത്. ഇന്ധനവില വർധന. തുടർച്ചയായ 8ാം ദിവസവും ഇന്ധനവില വർധനവ് ഉണ്ടായി. പെട്രോളിന് 30 പൈസയും ഡീസലിന് 36 പൈസയും ഇന്നുകൂടി. 2 ആഴ്ച കൊണ്ട് പെട്രോളിന് 2 രൂപ 7 പൈസയും ഡീസലിന് 3 രൂപ 6 പൈസയുമാണ് കൂട്ടിയത്. SS ശരൺ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശരൺ, തിരുവനന്തപുരത്ത് ഡീസൽ വില 100 അടുക്കുന്നു, പെട്രോൾ വില 105 കടന്നു. കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല. അത് എല്ലാ അതിർത്തികളും ഭേദിച്ചുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്ധനവില കൂട്ടിയിട്ടുണ്ട്. അതായത് പെട്രോൾ ലിറ്ററിന് 30 പൈസയും ഡീസൽ ലിറ്ററിന് 36 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മെനഞ്ഞാന്നാണ് 105 രൂപ കടന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ നിൽക്കുന്നത് ബേക്കറി ജംഗ്ഷനിലെ ഒരു പെട്രോൾ പമ്പിലാണ്. ഇവിടെ പെട്രോൾ ലിറ്ററിന് 105 രൂപ 51 പൈസയാണ്. ഡീസൽ ലിറ്ററിന് 98 രൂപ 74 പൈസയാണ്. അതായത് ഇനി അതിർത്തി പ്രദേശങ്ങളിൽ പോകാൻ, പ്രത്യേകിച്ച് പാറശാല അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 106 രൂപ അവിടെ എത്തിയിരിക്കുകയാണ് പെട്രോളിന്റെ വില. ഏതായാലും നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ഓട്ടോ ചേട്ടാ 105 കഴിഞ്ഞ് 106 എത്തുന്നു പെട്രോൾ വില. ഡീസലാണ് കാണിക്കുന്നത്. ഇപ്പൊ 98 രൂപ 74 പൈസ. ഒരു നിവൃത്തിയില്ല. ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് വെച്ചാൽ എങ്ങനെ ഓടുന്നത്? മീറ്റർ ചാർജ് പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ഈ പൈസ കൊണ്ട് നമ്മൾ മീറ്റർ ചാർജ് പൈസ കൊണ്ട് ഈ ഡീസൽ അടിക്കാൻ മാത്രമേ തികയുന്നുള്ളൂ. അല്ല, ഒരു നിവൃത്തിയില്ല. ജീവിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന കൂടിക്കൊണ്ടിരുന്നാൽ ഇതിനൊരു പരിഹാരമില്ല. ഇതിനെ കൂടുന്നതിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. ആരും ഒന്നും ഇതിനെ പ്രതികരിക്കുന്നതുമില്ല. എന്താ ഇതിന് ചെയ്യേണ്ടത്? പ്രതിപക്ഷമാണോ? അത് പ്രതിപക്ഷവും ഇല്ല, ഭരണപക്ഷവും ഇല്ല, ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. നാഥനുമില്ല നന്ദനുമില്ലാത്ത അവസ്ഥ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരല്ല, ഈ ഫീൽഡിലുള്ള എല്ലാ ടാക്സി ഫീൽഡിലുള്ള എല്ലാവരും ഇതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം എങ്ങനെ ഇതുകൊണ്ട് ജീവിച്ചു പോകുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അത്ര അവസ്ഥ കെട്ടുകയാണ്. നമുക്ക് എന്ത് ചെയ്യാനാ? യാത്രക്കാരുടെ നിലയിൽ എന്താ പറയുള്ളത്? ഇല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ഇത് തന്നെയാണ് നമ്മളും. കാരണം നമ്മൾ ഓടുമ്പോൾ നമ്മൾ ഈ പൈസ കൊടുത്താലേ പറ്റൂ. ഡ്രൈവർ ജോലി ചെയ്താലും പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ പറ്റൂ. അപ്പൊ ഇത്രയും ദിനം പ്രതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം ഒരു വല്ലാത്ത ചുറ്റുപാടിലാണ്. അല്ലാതെ നേരത്തെ ഇയാൾ പറഞ്ഞതുപോലെ ഇവിടെ ആരും ചോദിക്കുന്നില്ല, ആരും പറയുന്നുമില്ല. വർദ്ധിച്ചു എത്ര നാളുകൊണ്ട് വർധന? ഈ വർധന എന്ന് തീരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അതുവരെ ഇങ്ങനെ ഉന്തി തള്ളി ഇങ്ങനെ പോകും. നേരത്തെ ഈ സെഞ്ചുറി അടിച്ച പോലെ ആഘോഷമായിരുന്നു. പിന്നീട് അത് അപ്പൊ അടുത്ത സെഞ്ചുറി ഇതിനാവും, ഡീസലിനാവും. 98 74 ഇപ്പൊ 2 ദിവസം കൂടെ ഇല്ലേ? അപ്പൊ അത് കറക്റ്റായിട്ട് അത് സെഞ്ചുറി അടിക്കും. ചേട്ടാ എങ്ങനെയാ കാണുന്നത്? ഇതിപ്പോ എത്ര കടന്നു പോകുന്നു? അതായത് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് തന്നെ ഇപ്പം വലിയൊരു വർധനവിലോട്ട് പോകില്ല. അതെ, അത് ഇനിയും പോയിക്കൊണ്ടിരിക്കും. ഇതിനൊരു അവസാനമില്ല. എത്രത്തോളം എങ്ങനെ ആയിത്തീരുമെന്നുള്ള കാര്യം നമുക്കിപ്പോഴും ഒരു പിടുത്തമില്ല. അതാണ്, ആർക്കും ഒരു പിടിയുമില്ല. അതായത് ഇത് എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ യാത്രക്കാർ വരുന്നുണ്ട്. യാത്രക്കാരിപ്പോ ഇതിന്റെ നിരക്ക് നോക്കാതെയാണ്, അതായത് പെട്രോൾ വില എത്ര എത്തിയെന്ന് പോലും നോക്കാതെയാണ് അവർ പെട്രോളും അടിച്ച് മടങ്ങുന്നത്. അത്തരത്തിലൊരു കാഴ്ചയാണ് നമുക്ക് ഈ പെട്രോൾ പമ്പുകളിലെല്ലാം കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയൊരു വർധനയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് 105 രൂപ 51 പൈസയാണ് ഞാൻ നിൽക്കുന്ന ഈ പെട്രോൾ പമ്പിലെ പെട്രോളിന്റെ ലിറ്ററിനുള്ള. എനിക്കിപ്പോ ഒരു യാത്രക്കാരൻ എങ്ങനെയാണ് ഇപ്പം 106 രൂപയിലോട്ട് അടുക്കുകയാണ് പെട്രോളിന്റെ വില. വളരെ കൂടുതലാണ്. നമുക്കൊന്നും സാധാരണക്കാർക്കൊന്നും പറ്റാത്തത്. ഇപ്പം എനിക്കിപ്പോൾ ഒരു താൽക്കാലിക ജോലിയുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. കൂലിപ്പണിയാണെങ്കിൽ ഒന്നിനും പറ്റാത്തൊരു ദിവസം അങ്ങനെയാണ്. ഇപ്പം വണ്ടിക്ക് വല്ല മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സമയം കൂടെയാണത്. വളരെ കൂടുതലാണ്, ബുദ്ധിമുട്ടാണ്. നിരന്തര യാത്ര ചെയ്യുന്ന ആളാണ്. നിരന്തര യാത്ര ചെയ്യുന്ന ആളാണ്. ഡെയിലി ഞാൻ കരക്കുട്ടത്താണ് താമസിക്കുന്നത്. ഇവിടെ സെക്രട്ടറിയിൽ വന്ന് വണ്ടി എടുത്തുകൊണ്ട് സർക്കാർ വാഹനം ഓടിക്കുന്നതാണ്. ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. 10-18,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഏകദേശം 10-15 രൂപ വണ്ടിയുടെ എക്സ്പെൻസ് ആയിട്ട് പോവുകയാണ്. ബാക്കി പതിയെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. എങ്ങോട്ടാണ് പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. അതാണ് വളരെ ബുദ്ധിമുട്ടിലാണ്.
ഇത്തരത്തിലൊരു പ്രതികരണമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. 100 എത്തിയ സമയത്ത്, അതായത് സെഞ്ചുറി അടിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും പ്രതിഷേധമുണ്ടായി, ആഘോഷമുണ്ടായി. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഹിറ്റാകുന്ന രീതിയിലുള്ള ആഘോഷമൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പലരും ഈ ക്രിക്കറ്റ് ബാറ്റുമായിട്ട് പെട്രോൾ പമ്പിൽ വന്നിരിക്കുന്നു, ആഘോഷിക്കുന്നു. സെഞ്ചുറിയും കഴിഞ്ഞപ്പോൾ 106 എത്തുന്നു. എന്തിന് പെട്രോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ പ്രതിഷേധമൊന്നും നമുക്കിപ്പോൾ ഈ പമ്പുകളിലൊന്നും കാണാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും അവർ വരുന്നു, ഈ ഇന്ധന വില പോലും നോക്കാതെ പെട്രോൾ അടിച്ചു മടങ്ങുന്ന ഒരു സാഹചര്യമാണ് പെട്രോൾ പമ്പുകൾ കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്.